നിലമ്പൂർ കോട്ടയിൽ ഇടത് മുന്നേറുമ്പോൾ ഭയക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇവിടെ മറ്റാരുമല്ല, ലീഗും കുഞ്ഞാപ്പയുമാണ്. ഷൗക്കത്തിനെ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് വോട്ട് തേടി ഇറങ്ങുന്നത് തന്നെ ലീഗിനെ കണ്ടിട്ടാണ്. പക്ഷെ നിലമ്പൂരിൽ ലീഗിന്റെ അവസ്ഥ ദയനീയം തന്നെ. ആര്യാടൻ മുഹമ്മദിന്റെ മുൻപത്തെ ലീഗ് വിരുദ്ധ പ്രസ്താവനകൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരിഞ്ഞു കൊത്തിക്കഴിഞ്ഞു. മണ്ഡലത്തിൽ വോട്ടർമാർക്കിടയിൽ ഇത് പ്രധാന ചർച്ചാ വിഷയമായി ഇന്ന് മാറുകയാണ്. ലീഗ് വോട്ട് ബാങ്കിനും സ്വീകാര്യനാണ് ഇടതു മുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് എന്നത് ലീഗ് നേതൃത്വം നേരിടുന്ന പ്രധാന പ്രതിസന്ധിയുമാണ്. ന്യൂനപക്ഷ വിഷയങ്ങളിൽ, അതും പ്രത്യേകിച്ച് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന വിവാദങ്ങളിലെല്ലാം ശക്തമായ നിലപാടെടുത്തിട്ടുള്ള നേതാവ് കൂടിയാണ് എം സ്വരാജ്. മുസ്ലിം സമുദായത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള നേതാക്കളുടെ വിവരങ്ങൾ എടുത്താൽ തന്നെ ആ പട്ടികയിൽ മുൻപന്തിയിലായിരിക്കും എം സ്വരാജ്. ജാതി മതത്തിനപ്പുറം യുവതലമുറയ്ക്കിടയിൽ വലിയ സ്വാധീനമാണ് ഈ നേതാവിനുള്ളത്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് നിലമ്പൂരിൽ കോൺഗ്രസിനും ലീഗിനും പ്രധാന തലവേദനയായി മാറിയിരിക്കുന്നതും. PV അൻവർ എത്ര വോട്ട് പിടിച്ചാലും ഇല്ലെങ്കിലും ഇടതു വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാകില്ലെന്ന് CPIM വിലയിരുത്തി കഴിഞ്ഞു. സ്വരാജിനെ രംഗത്തിറക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വെല്ലുവിളി അങ്ങനെ വെറുതെ വിടാൻ CPIM ഒരുക്കമല്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് സ്വരാജിലൂടെ പാർട്ടി നൽകുന്നതും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പെല്ലാം മുന്നിൽ കണ്ടാണ് പാർട്ടി നിലമ്പൂരിലും അതുവഴി മറ്റു മണ്ഡലങ്ങളിലും വികസന നേട്ടങ്ങൾ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് കോട്ടകളെ എന്നും വിറപ്പിച്ച ചരിത്രമാണ് CPIMനുള്ളത്. പെരിന്തൽമണ്ണ സീറ്റിൽ വെറും 32 വോട്ടിനാണ് ലീഗ് വിജയിച്ചിരിക്കുന്നത്. മങ്കടയിൽ 6000-ലും തിരൂരിൽ 7000-ലും താഴെ വോട്ടുകൾ എന്നിങ്ങനെയായിരുന്നു ലീഗിന്റെ കുറഞ്ഞ ഭൂരിപക്ഷം. കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിൽ ലീഗ് 2 സീറ്റുകളിലെല്ലാം തന്നെ ഒതുങ്ങുകയും ചെയ്യുമായിരുന്നു എന്ന് കണക്കുകൾ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് തടി രക്ഷപ്പെടുത്താൻ ഇടഞ്ഞുനിന്ന ആര്യാടൻ ഷൗക്കത്തിനെ ലീഗ് തന്നെ ഇപ്പോൾ രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. TK ഹംസയിലൂടെയും KT ജലീലിലൂടെയും അബ്ദുൾ റഹീമിലൂടെയും സ്വതന്ത്ര പരിവേഷണത്തിന് മുതിർന്നിട്ടുള്ള CPIMലേക്ക് UDF-ൽ നിന്ന് കൂടുതൽ നേതാക്കൾ എത്താനുള്ള സാധ്യതയും ഇപ്പോൾ കൂടിക്കഴിഞ്ഞു. മൂന്നാം ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ UDF-ൽ ലീഗ് നിൽക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ലീഗില്ലാതെ ഒറ്റയ്ക്ക് നിന്നാൽ പോലും കോൺഗ്രസ് മണ്ഡലമായ നിലമ്പൂരിൽ കൈപ്പത്തി നിലംതൊടില്ലെന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം. അതാണ് യാഥാർത്ഥ്യവും.